ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവജിത്ത് വ്ളോഗ്സ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. അനന്തപത്മനാഭൻ കുടികൊള്ളുന്ന മണ്ണ് തിരുവനന്തപുരം. കേരളത്തിൻ്റെ തലസ്ഥാനമെന്ന ഖ്യാതിക്കപ്പുറം ഇന്ത്യയുടെ നിത്യഹരിത നഗരമാണിത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല, തമിഴ്നാട്ടിലെ കന്യാകുമാരി, കേരളത്തിലെ കൊല്ലം ജില്ല എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. 1949 ജൂലൈ 1 രൂപീകൃതമായ ജില്ല പിന്നീട് കേരളത്തിൻ്റെ തലസ്ഥാനമായി. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വലിയ പങ്ക് വഹിക്കുന്ന ജില്ലയാണിത്. വിനോദസഞ്ചാരത്തിൻ്റെ ഈറ്റില്ലം, നിരവധി പ്രശസ്തമായ ക്ഷേത്രങ്ങൾ നിറഞ്ഞ ഒരു ജില്ല കൂടിയാണിത്. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുവിൻ്റെ അനന്തശയന പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വനിതകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രം, വർക്കല ക്ഷേത്രം, പഴമങ്ങാടി ക്ഷേത്രം, ആഴിമല ക്ഷേത്രം അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഈ ജില്ലയിലുണ്ട്. വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ നിരവധി കേന്ദ്രങ്ങളും ജില്ലയിലുണ്ട്. കാഴ്ചയുടെ വാതായനം തുറന്നു നൽകി പച്ചപ്പേകി വിരിഞ്ഞു നിൽക്കുന്ന പൊന്മുടി, നല്ല കോടമഞ്ഞും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും ആ മലമുകളിൽ നിന്ന് ലഭിക്കും. ദൃശ്യ സൗന്ദര്യം തുളുമ്പുന്ന വേളിയും വെള്ളായണിയും ഇവ കായലിൻ്റെ വശ്യമനോഹാരിത നിറഞ്ഞ അന്തരീക്ഷമേകുന്നു. മൃഗങ്ങളെ തൊട്ടറിയാൻ തിരുവനന്തപുരം സൂ. കേരളത്തിലെ ആദ്യത്തെ മൃഗശാല കൂടിയാണിത്. പഴയകാല ചരിത്രം വിളിച്ചോതുവാനായി കേരളത്തിലെ ആദ്യ മ്യൂസിയം നേപ്പിയർ മ്യൂസിയം. മാജിക്കിൻ്റെ വിസ്മയങ്ങൾ തീർക്കുന്ന മാജിക് പ്ലാനറ്റ്, കേരളത്തിലെ ആദ്യത്തെ പ്ലാനറ്റോറിയം. സൗഹൃദ ബന്ധങ്ങളും ആരോഗ്യവും ഊട്ടിയുറപ്പിക്കാൻ പ്രകൃതി മനോഹരമായ കനകക്കുന്നും. ചിത്രകലകൾ കൊണ്ട് ശ്രദ്ധേയമായ മാനവീയം വീതിയും എല്ലാം ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുവാനായി കുതിരമാളിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. അലറി വരുന്ന തിരമാലകൾ, വാനത്തെ മുത്തമിട്ട് പറക്കുന്ന പട്ടങ്ങൾ, വർണ്ണങ്ങൾ നിറഞ്ഞ ഐസ്ക്രീം, രുചിയേറിയ ഭക്ഷണങ്ങൾ, തൊട്ടു തഴുകുന്ന തണുത്ത കാറ്റ്, മണൽത്തരികൾ ഒക്കെ നിറഞ്ഞ ശംഖുമുഖം കടൽ. വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലം കോവളം, ബുദ്ധസ്മരണ ജ്വലിപ്പിക്കുന്ന വർക്കല. കേരള നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി ആശ്രമം. കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. വൃക്ഷങ്ങളെ അടുത്തറിയാൻ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ മാതൃകയിലുള്ള ശാന്തിഗിരി ആശ്രമം. പഴമയുടെ തനിമ വിളിച്ചോതുന്ന കവടിയാർ കൊട്ടാരം. ഈ ജില്ലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ബൈ.